ഒരു ചരിത്രമൊക്കെ പിറന്ന് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണല്ലോ. ചരിത്രമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആർട്ടിമിസ് ദൗത്യത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രന്റെ തൊട്ടടുത്തെത്തി ചരിത്രം കുറിച്ച ആർട്ടിമിസ് ദൗത്യ സംഘം നാളെ ഭൂമിയിലേക്ക് മടങ്ങി വരും. ചന്ദ്രനെ വലം വച്ച ശേഷമുള്ള മടക്കയാത്ര പുരോഗമിക്കുന്നതായി നാസ അറിയിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്ന് എന്ന് നാസ വ്യക്തമാക്കി. സാന്റിയാഗോ തീരത്ത് നാളെ പുലർച്ചെയോടെയാകും സ്പ്ലാഷ് ഡൗൺ നടക്കുക. ഗൗതം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ ഒരു ചരിത്ര സംഭവമായിരുന്നു, ചരിത്ര ദൗത്യമായിരുന്നു. ഈ ചന്ദ്രൻ്റെ ഒരു മറുപുറം മനുഷ്യൻ കണ്ട ഒരു നിമിഷങ്ങളായിരുന്നു. ഉദയവും അസ്തമയവും ഒക്കെയും കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യനെന്ന റെക്കോർഡ് കൂടി ആ നാലംഗ സംഘം സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. എന്താണ് നാസയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഗൗതം? തീർച്ചയായിട്ടും ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ആർട്ടിമിസ് ദൗത്യ സംഘം നാളെ തിരിച്ചെത്തുമെന്നാണ് നാസ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഭൂമിയിലേക്കുള്ള മടക്കഘട്ടത്തിലാണ് ഇപ്പോൾ ആ സംഘമുള്ളത്, ഓറിയൺ പേടകമുള്ളത്. ചന്ദ്രൻ്റെ ഏറ്റവും സമീപത്തെത്തി ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ട് അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച ശേഷമുള്ള തിരിച്ചുവരവാണിത്. ഇവർ തിരിച്ചെത്തിയതിനു ശേഷം നൽകുന്ന വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പഠനങ്ങൾ ആർട്ടിമിസ് 3 ദൗത്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പായിരിക്കും. നാളെ രാവിലെ ഇന്ത്യൻ സമയം 5:37 സാന്റിയാഗോ തീരത്തേക്ക് സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുക. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട സുരക്ഷാ വിലയിരുത്തലുകളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ഓറിയോൺ പേടകത്തിലുള്ള 4 പേരും, ഈ സഞ്ചാരികളായിട്ടുള്ള 4 പേരും സുരക്ഷിതരാണ്. അവർ ആരോഗ്യവാന്മാരായിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നൊരു സാധാരണ ദിനമായി അവരുടെ ഈ ദിവസം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നാസ നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ നാളെ ഈ സ്പ്ലാഷ് ഡൗൺ നടക്കുന്നതിന് മുൻപായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അതോടൊപ്പം തന്നെ പേടകത്തിലുള്ളവർ എടുക്കേണ്ട മറ്റ് നടപടികൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ കാന്തിക വലയത്തിലേക്ക്, ഓർബിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്പ്ലാഷ് ഡൗണിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കും. അത് 8ാം ഘട്ടം എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. ആ 8ാം ഘട്ടത്തിനൊടുവിലായിരിക്കും സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുക. നേരത്തെ നമ്മൾ കണ്ടതാണ് ആ സ്പ്ലാഷ് ഡൗൺ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ആ സ്പ്ലാഷ് ഡൗൺ നടന്നു കഴിഞ്ഞാൽ ഇവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ആരോഗ്യപരമായിട്ടുള്ള മറ്റ് ചികിത്സാ നടപടികളൊക്കെ സ്വീകരിക്കും. എന്തായാലും പുലർച്ചയോടെയാണ് ഇത് ഇന്ത്യൻ സമയം പുലർച്ചയോടെയാണ് ഇത് സംഭവിക്കുന്നത്. പസഫിക് സമയം എടുത്തു കഴിഞ്ഞാൽ പുലർച്ചെ 6:03 കൂടിയിട്ടാണ്, വൈകുന്നേരം 6:03 കൂടിയിട്ടാണ് ഈ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുക. എന്തായാലും സേതു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ആ സംഘം മടങ്ങിയെത്തുന്നത്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള അരനൂറ്റാണ്ടിന് ശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടലിന് ഈ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നാസ. ഓക്കെ ഗൗതം, ശരി. അപ്പോൾ